നല്ലൊരു പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് ഓർഡിനറി ബസ്സുകൾ കുറവാണെന്നുള്ളത് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു പുതിയൊരു പദ്ധതി UDF സർക്കാർ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ബസ്സുകൾ ഇവിടെ വേണം എന്നുള്ളൊരു ഇതുണ്ടോ? കൂടുതൽ ബസ്സുകൾ വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഈ ഓർഡിനറി ബസ്സുകൾ കൂടുതലായിട്ട് ഇവിടെ വേണം, കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണല്ലോ. അങ്ങനെ ആ ഒരു തോന്നലുണ്ടോ? KSRTCയുടെ ചരിത്ര പ്രഖ്യാപനം ഇന്ന് നടപ്പിലാവുകയാണ്. നമുക്കറിയാം ഈ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇന്ന് തുടങ്ങുന്നു. മലപ്പുറത്ത് നമുക്ക് മലബാറിൽ പ്രത്യേകിച്ച് ഈ ഓർഡിനറി ബസ്സുകൾ കുറവാണ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വലിയ പ്രതിസന്ധി ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഉണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്ത് 90 ബസ്സുകളാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ ബസ്സിൽ കയറിയ സ്ത്രീ തന്നെ നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം? ഞാൻ ഇപ്പോൾ സൗജന്യ യാത്രയിലല്ല വന്നത്, ഇത് 8:30 ഉദ്ഘാടനം എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് നല്ല രീതിയിലാണ് കാണുന്നത്. അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അല്ല, ഈ മലപ്പുറത്ത് ഈ ഓർഡിനറി ബസ്സിൽ കുറവല്ലേ? അതെ, ഞാൻ 10-25 കൊല്ലമായിട്ട് ഈ യാത്ര ചെയ്യുന്ന അവിടെ ജോലിയുള്ള ആളാണ്. ഓർഡിനറി ബസ് പാലക്കാട് നിന്ന് വരുന്ന വണ്ടിയാണല്ലോ അവിടേക്കുള്ളത്. മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറെ വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കയറാറ്. അപ്പോൾ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല, കാരണം കുറഞ്ഞ ബസ്സുകളാവുമ്പോൾ. അതെ, ഉണ്ട്. ഏതായാലും ഈ ഒരു കൂടുതൽ ബസ്സുകൾ ഇവിടെ വേണമെന്നുണ്ടത് അന്നേ ഉണ്ട്. എനിക്ക് ഇത് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിക്കുന്നുണ്ട് മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് മാത്രമായിട്ട് കുറച്ച് 2-3 ബസ് കൂടി അധികം ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇനി ഓർഡിനറി ബസ്സുകൾ കൂടുതലാക്കി മലപ്പുറത്തേക്ക് വേണം, എന്നാലേ ഈ ഒരു യാത്ര സ്ത്രീകൾക്ക് ലക്ഷ്യം ഇതിലെത്താൻ പറ്റും. ഈ സൗജന്യമാക്കിയത് കൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് കൂടുതൽ ബസ്സുകൾ വരുമ്പോഴാണ് അത് സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നത്. അതെ, ശരി. തന്നെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. KSRTC മലപ്പുറം ഡിപ്പോയിലാണ് ഒരുപാട് സ്ത്രീകളുണ്ട്. പ്രധാനമായി അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാരണം മലപ്പുറത്ത് 90 ബസ്സുകൾ മാത്രമാണ് നിലവിൽ മലപ്പുറത്തുള്ളത്. അത് എത്രത്തോളം അത് ഉപകാരമാകും, കാരണം ആ കുറഞ്ഞ ബസ്സുകൾ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് ജനങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരമാകില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആളുകൾ പറയുന്നത്. ഏതായാലും നമുക്കറിയാം പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ നമുക്കറിയാം 5600-600ഓളം KSRTC ബസ്സുകൾ കേരളത്തിൽ ആകമാനമുണ്ട്. 3000-ലധികം ഓർഡിനറി ബസ്സുകളാണ് ഉള്ളത്. മലബാർ ജില്ലകളിൽ തന്നെ അത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് മലപ്പുറത്ത് അത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് ഇപ്പോൾ KSRTC ഓർഡിനറി ബസ്സുകളിൽ. അതിനെങ്ങനെയാണ് കാണുന്നത്? നല്ലൊരു പദ്ധതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് ഈ ഓർഡിനറി ബസ്സുകൾ കുറവാണെന്നുള്ളത് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു പുതിയൊരു പദ്ധതി UDF സർക്കാർ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ബസ്സുകൾ ഇവിടെ വേണം എന്നുള്ളൊരു ഇതുണ്ടോ? കൂടുതൽ ബസ്സുകൾ വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഈ ഓർഡിനറി ബസ്സുകൾ കൂടുതലായിട്ട് ഇവിടെ വേണം, കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണല്ലോ. അങ്ങനെ ആ ഒരു തോന്നലുണ്ടോ? അപ്പോൾ ഏതായാലും ഈ ഒരു പ്രഖ്യാപനത്തെ ഈ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? മുന്നോട്ട് എങ്ങനെ പോകുന്നു നോക്കി കാണാം, അത്രേ പറഞ്ഞു. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ്? ഇപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നോക്കാം. സാധാരണക്കാരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ള ആയിരിക്കാം. ഇതൊരു ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ പ്രഖ്യാപനം ഇത് നടപ്പിൽ വരുന്ന രീതി, അതിനൊക്കെ എങ്ങനെയാണ് സർക്കാരിന്റെ നീക്കത്തെ എങ്ങനെയാണ്? ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് നോക്കി കാണാം എന്താന്നുള്ളത്. ഇത് തന്നെയാണ് പലരും പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്ന ഒരു കാര്യം, കൂടുതൽ ബസ്സുകൾ മലപ്പുറത്ത് വേണം, കാരണം മലപ്പുറത്ത് ബസ്സുകൾ കുറവാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ബസ്സുകൾ കുറവാണ്, അതാണ് ഇവർ പറയുന്നത്. ഏതായാലും നമുക്ക് പറയാം, KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് സർക്കാർ പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? നല്ല അഭിപ്രായം, നല്ല കാര്യമാണ്. കാരണം ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. എന്താ വെച്ചാൽ എപ്പോഴും ഒരേ സാഹചര്യം ആവില്ലല്ലോ, അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് നല്ലതല്ലേ, നല്ല കാര്യം. നമ്മൾ മലപ്പുറത്ത് ഇപ്പോൾ സാധാരണ ഓർഡിനറി ബസ്സുകളിലാണ് ഇപ്പോൾ സൗജന്യം പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് ആ ഓർഡിനറി ബസ്സുകൾ കുറവാണല്ലോ, അത് കൂടുതൽ വേണം. എങ്ങനെയാണ് ആവശ്യമുണ്ടോ? അത് കൂടുതൽ വേണം, ഉള്ളതായിട്ട് തുടങ്ങുക, എന്നിട്ട് പിന്നെ അത് കൂട്ടാം, നമുക്ക് കൂട്ടാം. ഈ പദ്ധതിക്ക് വളരെ സ്വാഗതം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരമാണ്. അതായത് ഇത് കൂടുതൽ ബസ്സുകൾ ഇവിടെ വേണം. അതായത് സ്ത്രീകൾക്ക് KSRTCയിൽ ഈ സൗജന്യ യാത്രയാണ്, അതിനെങ്ങനെയാണ് കാണുന്നത്? നല്ലതായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉപകാരമാണോ? അതെ. അല്ല, ഇതിപ്പോ ഇവിടെ മലപ്പുറത്ത് സാധാ ബസ്സുകൾ ഓർഡിനറി KSRTC ബസ്സുകൾ കുറവാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളൊരു ആവശ്യം കൂടുതൽ വേണ്ടേ?
ഉണ്ടാവുന്നത് നല്ലതന്നെയല്ലേ. എന്തായാലും ഇതിന് സ്വാഗതം ചെയ്യാണ്. ഇപ്പം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പം വനിതകൾക്ക് ഈ KSRTC സൗജന്യ യാത്രയാണ്, ഓർഡിനറി ബസ്സുകൾ, അതിനെങ്ങനെയാണ് കാണുന്നത്? നല്ലതായിട്ടാണ്. ഈ മലപ്പുറത്ത് ഇത് കുറവാണ് എന്നുള്ളതൊരു സംഭവമുണ്ട്. കാരണം ഓർഡിനറി ബസ്സുകൾ മലപ്പുറത്ത് കുറവാണ്. അത് കൂടുതൽ ബസ്സുകൾ വേണം, എന്നാലും ഇത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഒന്നും പറയുന്നത് നല്ലത്, ഈ പദ്ധതി നല്ലതാണ്. ഏതായാലും വനിതകളടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പദ്ധതി നല്ലതാണ്. പക്ഷേ ഓർഡിനറി ബസ്സുകൾ, പ്രത്യേകിച്ച് ഈ ബസ്സുകൾ കുറവാണ്, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. അപ്പോൾ കൂടുതലാക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ ബസ്, ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ ഒരു ബസ് ഇവിടെയുണ്ട്. നമുക്ക് അവിടെ ഈ യാത്രക്കാരുമായി സംസാരിക്കാം, അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പ്രഖ്യാപനം ഇന്ന് UDF സർക്കാർ നടത്തിയത് തീരുമാനമാവുകയാണ്. ഏതായാലും ഇത് ഇന്ന് സ്ത്രീകൾക്ക് വനിതകൾക്ക് ഈ സൗജന്യ യാത്രയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? നല്ലൊരു കാര്യമാണ്. വളരെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് വലിയ ഉപകാരമാണ് സാധാരണ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു വനിതകൾക്കുള്ള സൗജന്യ യാത്രയെ കാണുന്നത്? എങ്ങനെയാണ്? നല്ലൊരു തീരുമാനമാണ്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നല്ലൊരു തീരുമാനമാണ്. അല്ല, ഇതിപ്പോ നമ്മൾ മലപ്പുറത്ത് ഓർഡിനറി ബസ്സുകൾ കുറവാണല്ലോ. അപ്പൊ അത് ഇതെല്ലാ ആളുകളിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കൂടുതൽ ബസ്സുകൾ ഒരുക്കണം. ഏതായാലും ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. എങ്ങനെയാണ്? അടിപൊളി, സൂപ്പർ സൗജന്യ പദ്ധതി അടിപൊളിയായില്ല. ഗവൺമെന്റിന് ഭയങ്കരമായിരുന്നു. ഇതിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷമായി. സൂപ്പർ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടല്ലേ ഗവൺമെന്റ് തന്നെ. അടിപൊളിയാണ് സംഭവം. സ്വാഭാവികമായിട്ട് ഈ മലപ്പുറത്ത് ഓർഡിനറി ബസ്സുകൾ കുറവാണ്. പക്ഷേ എന്റെ നാട് തൃശ്ശൂരാണ്. ഇപ്പൊ തൃശ്ശൂർ നാലത്തൂർ പടി വരെ എനിക്ക് സാധാരണ ഒരു 36 രൂപയുടെ ചെലവുണ്ട്. അപ്പൊ അത് അത്രയും ഫ്രീ ആയി കിട്ടുക എന്നുള്ള ഭയങ്കരമാണ്. അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവർ ഇനിയും സംരംഭങ്ങൾ കൊണ്ടുവരും. തീർച്ചയായിട്ടും പുതിയ ബസ്സുകൾ തീർച്ചയായിട്ടും അടിപൊളി. ഇത് തന്നെയാണ് അവർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, കൂടുതൽ ബസ്സുകൾ മലപ്പുറത്ത് വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. കൂടുതൽ ബസ്സുകൾ മലപ്പുറത്ത് വേണം, അതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ഏതായാലും സ്ത്രീകളടക്കം നിരവധി യാത്രക്കാർ ഇപ്പോൾ ഈ ഓർഡിനറി ബസ്സുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ് എന്ന് തന്നെയാണ് സ്ത്രീകളടക്കം ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ സംസാരിക്കുന്നത്. പ്രധാനമായി അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് പ്രയോജനകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, അതിന് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് കുറവാണ് ഈ ഒരു യാത്രാ സൗകര്യം, പ്രത്യേകിച്ച് ഈ യാത്ര അതിന് പ്രയോജനപ്പെടുന്നവർ മലപ്പുറത്ത് കുറവാണ്. ആ ബസ് കുറവാണ്, 100-ൽ താഴെ വരുന്ന ബസ്സുകൾ മാത്രമാണ് മലപ്പുറത്തുള്ളത്. അപ്പോൾ അത് കൂടുതൽ ഓർഡിനറി ബസ്സുകൾ മലപ്പുറത്ത് വേണം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു ജില്ലയാണ് ആ ജില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ജില്ലയിലുള്ള സ്ത്രീകൾക്ക് ഇത് പ്രയോജനപ്പെടണമെങ്കിൽ, ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ, ഇത് കൂടുതൽ ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ മലപ്പുറത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. പൊതുവെ നല്ലൊരു സ്വീകരണം തന്നെയാണ് ഈ ഒരു പദ്ധതിക്ക് ഇപ്പോൾ ലഭിക്കുന്നത്.